സാധാരണക്കാരെ വിലപ്പെട്ടതാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നമുക്ക് സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാം. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുക? പാർട്ടി നോക്കി കൊടുക്കാം. പാർട്ടി നോക്കിയിട്ട് കൊടുക്കാം. അപ്പൊ പാർട്ടി ഏതാളെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയാലും വോട്ട് കൊടുക്കും? അങ്ങനല്ല. അപ്പൊ എന്ത് നോക്കിയിട്ടാ കൊടുക്കണത്? നമ്മുടെ നാട്ടിൽ വികസനം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ നാട്ടിൽ വികസനം വരണമെന്നൊന്നുമില്ല. ഏതെങ്കിലും വികസനം കൊണ്ടുവരാത്ത ഒരാളെ വികസനത്തിന് വോട്ട് കൊടുക്കണ്ടേ? അങ്ങനെ പറയാൻ പറ്റൂല. രണ്ടും നോക്കും. ഏതാണ് മുന്നിട്ടേക്കണത് അത് നമ്മൾ ചെയ്യും. ഞാനൊരു പാർട്ടിക്കാരനാണ്. അപ്പൊ നമ്മളെ അതിൽപ്പെട്ട മുന്നണിക്കാരനാണ് കൊടുക്കുക. അപ്പോ പാർട്ടി ഏത് സ്ഥാനാർത്ഥി വെച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കും. സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കും. ഏതില് പാർട്ടിക്കാണോ വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണോ കൊടുക്കുക? ലീഗിന് കൊടുക്കും. ഇടത്തെ ലീഗാരത്തിയാണോ ചോദിക്കുക? അറിയില്ല. തന്നെ ഇടതുപക്ഷത്തിനായിരിക്കും വോട്ട്. കാരണം മഞ്ചേരിയുടെ ഒരു വികസനങ്ങളും മുരടിപ്പൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വോട്ടുണ്ടോ? ഞാൻ ഇൻവേർട്ടറാണ്. വോട്ടുണ്ടോ? വോട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ. വ്യക്തികളെ നോക്കിയിട്ടാണോ പാർട്ടിയെ നോക്കിയിട്ടാണോ വോട്ട് കൊടുക്കുന്നത്? നമ്മൾ വ്യക്തിയെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യല്. എന്താണ് നമ്മളിവിടെയൊക്കെ പറഞ്ഞാല് പാർട്ടി എന്താണ് നല്ലൊരാളെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തല്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യും. സ്വന്തം പാർട്ടി നല്ല സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തുള്ളൂ എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. നല്ല പാർട്ടിനെ നമ്മൾ നിർത്തുള്ളൂ. ഓൽക്കന്നെ നമ്മൾ വോട്ട് കൊടുക്കുകയുള്ളൂ. അല്ലാതെ നല്ല പാർട്ടി നോക്കി കണ്ട് കൊടുക്കൂല. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ നിർത്തുള്ളൂ. സ്ഥാനാർത്ഥി നോക്കിയിട്ട്. സ്ഥാനാർത്ഥി വികസനം കൊണ്ടുവരും എന്നുള്ളത് നോക്കിയിട്ടാണ്. അതെ. ഞങ്ങൾ ഇവിടുത്തെ വികസനം നടത്തുന്ന ആരാ നോക്കിയിട്ട് കൊടുക്കും. പാർട്ടി എന്നുള്ളതല്ല, ഞങ്ങൾ മുന്നണി. ഒരു പാർട്ടിക്ക് പ്രസക്തിയില്ല. UDF എന്ന മുന്നണി. ഇലക്ഷനിൽ എപ്പോഴും വ്യക്തിനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാര്യമില്ല. കാരണം നമ്മൾ കൂടി ഒരു ഫേവറായിട്ട് വേണ്ട ആൾക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണ നല്ല വ്യക്തികൾക്ക് തന്നെ കൊടുക്കണം. വോട്ടുണ്ടോ? വോട്ടുണ്ട്. കന്നി വോട്ട് ഫസ്റ്റ് വോട്ടാണ്. ശരി. ഓക്കെ. അപ്പോ വ്യക്തികളെ നോക്കിയിട്ടാണോ അതോ പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് കൊടുക്കുക? അത് നമുക്ക് ഏതാണോ ഒരു വ്യക്തി ആയാലും പാർട്ടി ആയാലും എല്ലാം സേവനം ഒരു ടീം തന്നെ വരിക. അപ്പൊ നമ്മളെ കൊണ്ട് ഏതാ തോന്നുന്നു അവർക്ക് കൊടുക്കുക. പാർട്ടികളെ നോക്കിയിട്ടാണോ വ്യക്തികളെ നോക്കിയിട്ടാണോ വോട്ട് കൊടുക്കുക? പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മളെ നാടിനും വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ വ്യക്തികൾ. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മിക്കവാറും വ്യക്തികൾക്കാണ് വോട്ട് കൊടുക്കുക. അതെ, വ്യക്തികൾക്ക് തന്നെ വോട്ട് കൊടുക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണോ പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുന്നത്? താഴെ കമന്റ് ചെയ്യൂ.